ചെറുക്കാൻ നിൽക്കണേ. പറപ്പിച്ചു കിട്ടി. വർക്ക് ഐ ഹാവ് എ നിയർ ഫുൾ ടാങ്ക്. 10 പ്രാവശ്യം പോകേണ്ട അടുത്ത് 20 പ്രാവശ്യം പോയി ട്രിപ്പ്. പറപ്പിച്ചു ഒറ്റയടിക്ക് എടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ആ ഒരു ശക്കരത്തിന് വേണ്ടി ഇങ്ങനെ നമ്മള് അമ്മനെ കിടന്ന് വീണ്ടും നമ്മുടെ ലാഭം അതിലേ പോകും. ചക്കരോട് ഇങ്ങനെ മാറ്റി പിടിച്ചാലോ പൊട്ടിക്ക്. ഓക്കെ. കാരണം വെച്ചാൽ അത് അവിടെ മുതൽ ഒരു ശകലം മാറിയ വണ്ടി പോയിരിക്കുന്നത് കേട്ടോ. ചിലപ്പോൾ ഒറ്റയടിക്ക് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പറ്റേണ്ടതാണ്. അയ്യോ, വണ്ടി ഡാമേജ് ഉണ്ടോ? അത് ഈ വണ്ടി ഡാമേജ് ആണ് ഈ കാണിക്കുന്നത്. അത് പുതിയത് വേറെ എടുക്കാമെന്നോ? അതിന് വലുതുണ്ടോ എന്ന് നോക്കാം. ഒന്ന് ചെക്ക് ചെയ്ത്. കാശും പോയി. ഈ പണിക്ക് ഇറങ്ങിയാൽ ഇപ്പം എനിക്കൊന്ന് 10,000 രൂപ മേലെ പോയിട്ടുണ്ട്. 1,800 രൂപ ചിലവാകും. ബാക്കി മൊത്തം നമുക്ക് കിട്ടുമെന്നും കണ്ടല്ലായിരുന്നു അതിൽ കാണിച്ചു തന്നെ. അത് കൂടുതൽ ചിലവാകുമെന്ന് ഇനി നോക്കണ്ടേ. എടാ, അത് നമ്മളെ പറ്റിച്ചതാണല്ലോ. നമ്മളത് അകലെ എന്നുള്ള വ്യൂ കാണുമ്പോൾ അത് നമ്മുടെ അടുത്താന്ന് പോലെ അല്ല, ഇവിടെ നിന്ന് മാറി നിന്നാവും. അതോടെ ഇവിടെ ലൈറ്റ് ഇടയ്ക്ക് കാണാതായി. നമ്മൾ അടുത്ത് വരുമ്പോഴല്ലേ ലൈറ്റ് ഓട്ടം ഉള്ളതുപോലെ തോന്നുന്നത്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് നിർത്തിയിട്ട് പോകാം. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവന് പണി തീർന്നു നിൽക്കും. വർക്ക് ഐ ഹാവ് എ നിയർ ഫുൾ ടാങ്ക്. അതെ, നമ്മളെ അവൻ്റെ അടുത്ത് വണ്ടി ഓടിക്കാൻ തുടങ്ങിയോ? ചെറുക്കാൻ നിൽക്കണേ. സാധനം എടുത്താൽ ഞങ്ങൾ പോട്ട്. അല്ല, ഈ കോൺട്രാക്ട് ഞങ്ങൾക്ക് നഷ്ടത്തിലാവും. നമ്മൾ തന്നെ 77 മണിക്കൂറായി പണി തുടങ്ങിയിട്ട് 3 ദിവസം എന്നായിരുന്നു പറഞ്ഞു. നമ്മൾ 73 കുറച്ച് മൊത്തം. നമുക്ക് അല്ല, ഇപ്പൊ 73 കാണിക്കുന്നപ്പോ വേറെ എന്ത് സാധനം അത് വണ്ടിയിൽ എന്ത് ഓർത്തോറാണ് എന്ത് ഇപ്പൊ റെക്കോർഡിങ്ങാ. കുറച്ചേരം ഞങ്ങൾ നിർത്തി വെച്ചായിരുന്നു, പിന്നെ ഓൺ ചെയ്യാൻ മറന്നുപോയി. അറിയത്തില്ല, നോക്കാം. മറ്റേ കയറ്റിയില്ല, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ വേണമെങ്കിൽ നോക്കി ചെയ്യാൻ. നമുക്ക് ചെയ്ത് നോക്കാം. മറിഞ്ഞോ? അപ്പൊ ബാക്കിയോ ഇത് നമ്മുടെ ഫുൾ ടാങ്ക് ആണെന്ന് പറഞ്ഞാൽ ആ മറ്റേ വണ്ടിക്ക് തീർപ്പുണ്ടോ? ഇതുകൊണ്ട് തട്ടാം. കഴിഞ്ഞ ആൾക്ക് ഇങ്ങനെ ചെയ്താൽ മതി. നമുക്ക് മറ്റേ ഏക്ക് കൊടുത്ത പൈസ കുറയാനായിരുന്നു അല്ലേ? അല്ല, നമ്മൾ ഏയുടെ പൈസ ലാഭം കിട്ടിയാനേ, നമ്മുടെ ഫ്യൂവലിന്റെ പൈസ ലാഭം കിട്ടിയാനേ. നമ്മളിത് ചുമ്മാ ട്രിപ്പ് അടിച്ചോണ്ടിരിക്കുകയായിരുന്നു. 10 പ്രാവശ്യം പോകേണ്ട അടുത്ത് 20 പ്രാവശ്യം പോയി ട്രിപ്പ്. കാരണം 50% പോലും ഇല്ലാതെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയത്. 42% നമ്മൾ ഓടിയത്. വെയിറ്റ് പോകാൻ മോനെ അങ്ങനെയൊന്നും വളയായിരുന്നു. ഓരോ വള്ളി ഉണ്ടാക്കി വെക്കുന്നു. നേരെ ഇത്ര വഴി വളയാം. ഇനി ആ വഴിക്ക് കയറണ്ട. ഇനി അപ്പുറത്തെ അതൊക്കെ ഞാൻ കയറ്. എടാ, ഞാൻ ഓടിക്കുന്നവരാ നീ ഓടിച്ചാ എന്ത് ചെക്കാ? ഇല്ല, വൈകിട്ട് രാത്രി ഇപ്പൊ എത്ര? ഇപ്പം 22, 26 എന്ന് പറഞ്ഞാൽ 10. എനിക്കറിയാം ഈ പ്രാവശ്യം നമ്മൾ നേരത്തെ ചെയ്ത് നമുക്കൊരു ബോണസ് എങ്കിലും കുറച്ച് ചെയ്യാവുന്നതും. ഒരു വലിയ വണ്ടി കിട്ടുകയാണെങ്കിൽ മറ്റേ ഇത് 100 വെട്ടണതായിരിക്കാം. അപ്പൊ അത് വലിയ ഓർഡർ ചെയ്യും. അവനവിടെ എന്നെ വെച്ച് കാണുന്നുണ്ട്. 96 അത് തീർക്കുക. പറപ്പിച്ചെല്ലാം തിരിച്ച് ഞാൻ പറഞ്ഞ അന്നേരം അത്ര എടുപ്പിക്കാൻ നിൽക്കണ്ട. കോൺട്രാക്ട് ഫിനിഷ്ഡ്. 78 എത്ര കിട്ടിയോ? അതെയോ? ഞാൻ അന്നേരം പറഞ്ഞു ഇത്ര എടുത്തോണ്ട് വരാം, നിക്കണ്ട. വണ്ടി അത്രയും സ്ഥിതി. അപ്പച്ചന്റെ വണ്ടിയല്ലേ, അപ്പച്ചന്റെ കാലത്ത് മേടിച്ച വണ്ടിയാ മോനെ. ഇതിപ്പം അടി പിന്നെ ട്രാക്ടറോട് മാറി കിട്ടണോ? ട്രാക്ടറൊക്കെ അത്യാവശ്യം മറ്റേത് മാറുന്ന മറ്റേ വണ്ടി മാറാൻ കിട്ടണം. അതിന്റെ പേരെന്നാ നോക്കിയത്? തീർന്നില്ലേ എൻ്റെ പണി? ഇത്
അതിന്റെ പരിപാടി കാണിച്ചേ. കാണിക്കുന്നേ ഞാൻ തീർത്തു സംഭവം പറയുന്നത്. ദേ ഇതിപ്പോ അവനാണോ നീയാണോ? ദേ അവൻ വീണ്ടും പോകുന്നു. അവനെ പിടിച്ചിറക്ക്, ഇറക്കടാ. അയ്യോ ഇറങ്ങി കോൺട്രാക്ട് സമയം കഴിഞ്ഞാണോ? അതൊരു കാര്യം എടുത്തിട്ടുണ്ട് കൊടുക്ക. എന്നിട്ട് സമയം കഴിഞ്ഞ മോനെ. ഇതെന്നാ ഇങ്ങനെ ഇറങ്ങിപ്പോവാൻ ഫൈനടിക്കില്ലെങ്കിൽ വേറെങ്കിൽ ചേടാ അതിന് നിരക്ക് കാണിക്കുന്നു. ഫൈൻ അടിച്ചോന്നാണ് എഴുതിയേക്കുന്നത്. കോൺട്രാക്ട് തീർന്നോണ്ടായിരിക്കും അല്ലേ? അതിവിടെ ഇതും കാരണം അയ്യോ അപ്പൊ നമ്മുടെ വണ്ടി വണ്ടി ഇതാ വണ്ടിയല്ല, അജി ലോഡ് കൊണ്ട് കൊടുക്കണ്ടേ? മറ്റേ വണ്ടി അപ്പറയാ, അങ്ങോട്ടല്ലേ പോയെ? ഇത് വേറെ വഴിയാ. ഇത് ട്രാക്ടർ എന്തിയാ വണ്ടി? മൈ ഗോഡ്, അത്രയും അകലെയായിരുന്നു വണ്ടി. ഇതെന്നെ പറ്റി? എന്നാൽ ഇത്രയും കൂടെ പണി തീർക്കായിരുന്നു. അതെന്നാ പറ്റുമോ? അപ്പൊ അത്രയും മിച്ചം നിർത്തി കഴിഞ്ഞാൽ അങ്ങനെ ശരിയാണ്. അത് നമ്മുടെ സമയം തീർന്നോ? ഇത് സമയമല്ല, വേറെ എന്തോ സാധനം. ഈ 30% സാധനോടെയുള്ളായിരുന്നു. അങ്ങനെ വ്യൂ എടുക്കാം. മറ്റേ കളിക്കാത്ത വ്യൂ വ്യത്യാസം വരും. വ്യൂ ഒന്ന് മാറ്റി നോക്കില്ല, കാണുന്നവർക്ക് വ്യൂ വ്യത്യാസം വരും. അങ്ങനെ ഐഡിയാണ് ക്യാമറ ഒന്നും മാറ്റി വരും. ഇങ്ങനെ സൈഡ് അതെനിക്കൊന്ന് കുരുപ്പാ. അപ്പച്ചൻ്റെ കാലത്ത് മേടിച്ച വണ്ടിയാ മോനെ. മറ്റേ സുമതി വളവ് പോലെയാണ്. ഇവിടെ നമുക്ക് തിരിച്ചു തരണ്ടേ? ഇവിടെ നേരെ ഇടിച്ചിരിച്ചിരിച്ചിരി വണ്ടി ഊപ്പാട്. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ വേറെ? ട്രാക്ടറൊക്കെ ഇങ്ങനെയാ എന്തോ മോനെ. പോയോ? ആ പിന്നെ പേരിന് പൈസ മേടിച്ചു അവനോട് ചുമ്മാ നിൽക്കുന്നതിന്. അതെയോ കാശ് കയറുന്ന ആട്ടെ കേറിയില്ല. 2000 നമുക്ക് 9000 പണിയില്ലായിരുന്നോ? ആ അതൊരുമാതിരി പണി. എന്നെ കോൺട്രാക്ട് ഒരുപാട് പൈസ എടുത്തില്ലായിരുന്നു. ആ കാശ് കിട്ടി. സമയമുണ്ടാക്കി കഴിഞ്ഞ അന്ന് നോക്കിക്കേ. മറ്റേ കഴിഞ്ഞ പ്രാവശ്യം വരവും ചെലവും നോക്കിക്കേ. ഇത് റെക്കോർഡിങ്ങിനല്ലേ? ഓഗസ്റ്റ് മൊത്തം 19 ഫ്യൂല് 155 പോയി. ഹാർവെസ്റ്റിംഗ് എക്സ്ട്രയാ, കോൺട്രാക്ട് വേറെ. ആ ക്വാളിറ്റി ഈ വേജ് അത് അടുത്ത പ്രാവശ്യം നമുക്ക് പിടിക്കാം. കിട്ടി 19,000 കിട്ടി. ഞങ്ങൾക്ക് ശരിക്കും 1 കോടി രൂപ ലോൺ. ലോൺ ഞങ്ങൾക്ക് ബാലൻസ് ഉള്ളത് എത്രയാണ്? 10, 10, 100, 1000, 10,000 ലക്ഷം. അന്ന് 1 കോടിയല്ല, 10, 100, 1000, 10,000 ലക്ഷം, 10 ലക്ഷം. 10 ലക്ഷം ലോണ്. അതിനകത്ത് 5 ലക്ഷം നമ്മുടെ കയ്യിൽ. കുഴപ്പമില്ല. ഇല്ല, 5 ലക്ഷം കയ്യിൽ. ആ ഞങ്ങൾക്ക് 19,000 രൂപ. ഞങ്ങളുടെ വണ്ടി ചെറുതാണോ സംശയം. അങ്ങനെയല്ലോ ഞങ്ങൾക്ക് സിമിലിയാക്കോ ഇതൊന്നും വേണ്ട. ബേക്കറി ഒന്നും മേടിക്കണ്ട. നമ്മൾ കുറച്ചുകൂടെ കാശ് ഉണ്ടാക്കിയിട്ട് കഴിക്കാം. അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ലോൺ ഉപയോഗിക്കണ്ടേ? അതിന് എത്ര രൂപ നോക്കി? സോമിലല്ലേ നമ്മുടെ ഈ വീട്ടിൽ തന്നെ എടുക്കുന്ന ഇതെല്ലാം ഉണ്ടോ?
ഞങ്ങളൊരു ബേക്കറി ബേക്കറി ആണെങ്കിൽ എത്ര? എനിക്ക് മനസ്സിലായില്ല. നമ്മൾ ഉണ്ടാക്കുമായിരുന്നു. തിന്നണ്ടേ ബൈ ബിൽഡിംഗ് ബേക്കറി. ബേക്കറി നമ്മളെ എത്രയുണ്ട്? എനിക്ക് മേടിക്കാറില്ലേ? വേണ്ട, ഇപ്പൊ നീ പൊക്കി പറയില്ലേ? നീ ആദ്യം അപ്പൊ തന്നെ നോക്കി. ഇത് നമുക്ക് അടുത്ത കളിയിൽ വരിക. ഇപ്പൊ നമ്മുടെ ട്രാക്ടറെ നോക്കി. ട്രാക്ടർ തന്നെയായിരുന്നു ഓർമ്മ. ഓക്കെ, ഏതൊക്കെ വയ്ക്കുന്നത് ഉപയോഗിക്കാൻ പറ്റുന്നത്? എടാ അന്ന, നീ എവിടെയാണ് ഈ ട്രാക്ടർ ഒക്കെ കണ്ടേ? അന്ന അതെ, അതിന്റെ അന്ന, എടാ ട്രാക്ടർ മേടിക്കുന്ന സ്ഥലം എവിടെയാണ്ടേ? അന്ന ട്രാക്ടർ മേടിക്കുന്ന എവിടെയാണ്? നീ അല്ലേ എനിക്ക് കാണിക്കോ? അതെ, നീ ആദ്യം വെഹിക്കിൾ എടുക്കുക. നമ്മുടെ സ്ഥലമൊക്കെ എന്താണ് റെക്കോർഡിംഗ് ആയിട്ടാ? എല്ലാവർക്കും വിളിച്ചാൽ നമുക്ക് പറ്റിയ വണ്ടിയൊന്നും ഇല്ലേ? ഇതെന്ത് വണ്ടി? ഞാൻ ഇത് മേടിച്ചാൽ നമ്മളെ വണ്ടിയുടെ പേര് നോക്കി വെക്കണ്ടായിരുന്നു. ഇത് മേടിച്ച് നോക്കി തോന്നുന്നുണ്ട്. ഈ ട്രാക്ടറിനൊക്കെ പറഞ്ഞല്ലോ ചെയ്യുന്നു. അതല്ല എനിക്ക് വേണ്ടേ. ഇത് മറ്റേ പോലെ ഇരിക്കുന്ന വണ്ടി ഉണ്ടോ നോക്കി. ഇതേപോലെ ഇരിക്കുന്ന പേര് പറഞ്ഞോ. പേരെങ്കിൽ പിന്നെ ഞാൻ പേര് പറയാതെ. അയ്യോ, അവൻ പോയോ? വിളിച്ചവനെ. അതാ സെയിം വണ്ടി തന്നെയാണോ? കൂടിയതാണോ? അതിന്റെ ഫീച്ചേഴ്സ് അറിയാനാണോ? അത് ഇതിന്റെ കൂടിയതാണോ? നോക്കിക്കോ വണ്ടി എങ്ങനെ? വണ്ടിയുടെ കൂടെ ഫീച്ചർ എങ്ങനെ അറിയുന്നത്? അതിന്റെ ഗുണങ്ങൾ എന്നൊക്കെ നോക്കി. ഇതിന് 25 കിലോമീറ്റർ ഇതിന് 30. കപ്പാസിറ്റി നമ്മുടെ പഴയ വണ്ടിക്ക് തന്നെ. പഴയ വണ്ടി കാണിച്ചില്ലേ? ഇതാണ് പഴയ വണ്ടി. ഇതിന് എന്നൊക്കെ 24, 20, 250. നല്ല വണ്ടിയാ. 85 വരുന്നുണ്ട്. മറ്റൊന്ന് മേടിച്ചാലോ? അതെ, അവ മറ്റേ വണ്ടി കൂടെ ഉണ്ടോ നോക്കിക്കോ. താങ്കോ വലുത് വലുത് നമ്മുടെ കപ്പാസിറ്റി ഉള്ള സൈസ് ലോറി സൈസ്. ജോൺ ഡിയർ 36. ജോൺ ഡിയർ ഒരു കാര്യം എങ്ങനെ അറിയില്ല. 2 വണ്ടിയുടെ കൂടെ കൊണ്ടായിരുന്നു. എന്നിട്ട് ഒരു വണ്ടി ഏക്കാനെ കൊണ്ട് ഓടിക്കാൻ ഓർമ്മ നീ വന്നു. വളരെ നടക്കുക. ജോൺ ഡിയർ 36. എവിടെ? 36. തീർച്ചയായും ഇത് തന്നെയാണോ? അതിന്റെ വലിയ വണ്ടി ഉണ്ടോ നോക്കി. 38 വരെ കയറുന്നുണ്ട്. അടുത്ത വേറെ വണ്ടി. അത് ചെറിയ വരെയുടെ വണ്ടിയാണ്. അടുത്തത് 50 കിലോമീറ്റർ സ്പീഡ് പോകും. അടുത്തത് ഇപ്പോഴത്തെ അതിന്റെ അപ്പുറത്ത് ഹെവി ഡ്യൂട്ടി വണ്ടി വന്നു. അത് 50 ഉള്ളു. അപ്പൊ നോക്കണ്ട. 50 വണ്ടി അതിന് ഞങ്ങളുടെ വന്നത് ഇതിന് 1 ലക്ഷം. മറ്റേ വണ്ടിക്കോ? ഈ വണ്ടി സേവ് ചെയ്യാൻ മാർഗമുണ്ടോ? ഇല്ല. മറ്റേ ട്രാക്ടർ നേരത്തെ വില അത് മേടിക്കണം. അയ്യോ, അതെനിക്കറിയില്ല. ഇതിപ്പോ സ്പീഡ് എന്തായാലും ചേർന്ന് 30. മറ്റേത് 50. അല്ലടാ, നമ്മുടെ പഴയ വണ്ടിക്ക് ഹോഴ്സ് പവർ 250. മറ്റേനും വേറെ
എനിക്ക് നമുക്ക് ഈ പണിയൊന്നും എത്ര പ്രാവശ്യം പിടിക്കാം. ഇപ്പം കിട്ടാൻ നാളെ പിടിക്കാം. ഇന്നിപ്പോൾ കോൺട്രാക്ട് വന്നൊന്ന് കാണിച്ച് ഞാൻ അടുത്തൊന്ന് നാളെ എടുക്കാം കോൺട്രാക്ട് ഒക്കെ. അതെ പെർസെൻറ്റേജ് നടക്കണം. ഇതാ അത് ഓഫർ ഈ ലോഡ് കയറ്റുന്ന സാധനം ഉണ്ടോ? അതിന് വേറെ വല്ല പേരുണ്ടോ? ഇല്ലല്ലേ. ലോഡ് കയറ്റുന്നതിന് ഇച്ചിരി നീളം കൂട്ടുവാണെങ്കിൽ ഇല്ല അതെ ലോഡ് കയറി വേറെ അത് നമ്മുടെ മറ്റേ വണ്ടി പിടിപ്പിക്കാൻ വരില്ല. അതെ ഫോൺ അങ്ങനെയുണ്ട്. നമ്മുടെ ചോളം കയറി വരാം. പുല്ല് മാത്രമേ കയറുള്ളൂ. ഇതൊക്കെ എന്നാ JCB. ഓക്കെ ഇനിയിപ്പോ അടുത്ത വർക്ക് എടുത്ത് ഇത്രയും വർക്കേ ഉള്ളൂ ഇപ്പൊ. അതിന് വർക്ക് കുറഞ്ഞു പോയോ? നമുക്ക് പറ്റുന്ന വണ്ടിയൊന്നും ഇല്ല. എടുക്കല്ലേ എവിടുന്ന്? യുവറോൺ എക്യുപ്മെന്റ്സ് ഓർ ലീസ് എക്യുപ്മെന്റ്സ് അത് എഴുതി കാണിക്കുന്നില്ല. പക്ഷേ നീ എന്തിനാ ഇപ്പൊ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തേ? ലീസ് എടുക്കുന്ന എവിടെയാണെന്ന് പ്രിവ്യൂ മെനു നെക്സ്റ്റ് ഇതിന് ബോറിംഗ് അതിലെടുത്താൽ മതി. പണി തുടങ്ങും വേണ്ട വേണ്ട അതിന് നമ്മൾ ഇത് നമ്മുടെ എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ല. സാധനം അവരെ എടുത്തു എവിടെ ഷോപ്പിൽ ഷോപ്പ് ഇതിപ്പോ റെക്കോർഡിങ്ങിലാണോ? ഷോപ്പ് ഷോപ്പ് മരലി 1500 രൂപയ്ക്ക് ഇതോട് പിടിച്ചിട്ട് കാര്യമുണ്ടോ? പോയോ? അയ്യോ മറ്റേ 700 പോയോ? ഇനിയിപ്പോ ഒന്നും തരണ്ടാവേ നിർത്തിക്കാം. ഞാൻ